ഒന്നുകൂടെ കഴിക്കും മോളൂ. വേണ്ട സർ. ഫുഡ് ഒട്ടും കൊള്ളൂലല്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ താജിന്ന് വരുത്താം. ഏയ് കിടിലൻ പ്രിപ്പറേഷൻ അല്ലേ, ടേസ്റ്റി ഹെൽത്തി ഹോംലി ഫുഡ്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇത്രയധികം തട്ടിയത്. സാറിന്റെ കൈപ്പുണ്യം സമ്മതിക്കാതെ വയ്യ. ചില പ്രത്യേക വിഭവങ്ങൾ ഞാനും അസലായിട്ടുണ്ടാക്കും. ഇയാൾ ഉണ്ടാക്കും, ഉണ്ടാക്കിയത് വിഴുങ്ങാൻ അറിയാം. ഏയ് അതൊന്നും എടുക്കണ്ട, അതൊക്കെ ഓരച്ച കഴുകി വെച്ചോളൂ. ഏയ് ഇനി എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് കാണേ വേണ്ട. ഇന്ന് പരിചയപ്പെട്ട ഒരാളുടെ വീട്ടിലാണെന്ന് തോന്നുന്നേ ഇല്ല. സത്യം, ഐ ഫീൽ മച്ച് കംഫർട്ടബിൾ. എന്നാ പിന്നെ എന്റെ കൂടെ തന്നെ കൂടിക്കോ. ഇതാരാ ഈ സമയത്ത്? വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും. ആ കിരണോ മറ്റോ ആണോ? ഊർമിളയോ? അശോക, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്ക്. അകത്തോട്ട് കയറിയിരിക്കാം. വേണ്ട. ഡിന്നറൊക്കെ കഴിഞ്ഞോ? എന്താ ഷോട്ട് ഫോൺ എടുക്കാത്തെ? എത്ര നേരം ഞാൻ വിളിക്കുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഡിസ്കഷനിലായിരുന്നു. വരുന്നില്ലേ? കുട്ടികൾ നോക്കിയിരിക്കുക. അതായത് ഞാൻ ലേറ്റ് ആവും. ഇനിയും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാം. അതൊക്കെ നാളെ രാവിലെ സംസാരിക്കാമല്ലോ, അവർ കാത്തിരിക്കല്ലേ. ചെല്ലു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അശോകനൊന്ന് പോ. എന്റെ ഫോൺ മൂത്ത കുട്ടി 6th. രണ്ടാമത്തെ ആള് ഈ നേരത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അത് നേരം വെളുത്തിട്ട് പോരെ? ആ അശോകനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? അത് പിന്നെ പറഞ്ഞോളൂ. അശോകൻ സാർ എത്ര നല്ല മനുഷ്യനാണെന്നറിയോ? ഹി ഈസ് ഗ്രേറ്റ്. എനിക്ക് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടുകളാ സഹിക്കുന്നത്. തന്നെയല്ല, ഒരു വലിയ എമൗണ്ടിനുള്ള പോളിസി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അശോകൻ പോളിസി? നിന്നെ പോലുള്ള ഒരുപാട് പെൺപിള്ളാരെ പോളിസി തരാമെന്ന് പറഞ്ഞ് പുറകെ നടത്തി പറ്റിച്ച് പീഡിപ്പിക്കുക, അതാണ് അവന്റെ പോളിസി. Don't worry. രൂപയ്ക്ക് എത്ര ലക്ഷം രൂപയുടെ പോളിസി വേണം? 42 കോടിയുടെ ആസ്തി ഉണ്ട് ഈ നിൽക്കുന്ന ഓരച്ചന്. അത് മുഴുവൻ ഞാൻ നിന്റെ ഇൻഷുറൻസിലോട്ട് ഇടാം. എടുക്കടാ കൈ. ഉള്ളത് മുഴുവൻ ഇൻഷുറൻസിലിട്ട നീ പിന്നെ പട്ടിണി കിടക്കൂടാ ഓനച്ചം പന്നി. എങ്ങോട്ട് എത്ര രാവിലെ? എനിക്ക് അത്യാവശ്യമായിട്ട് ഓനച്ചനെ ഒന്ന് കാണണമായിരുന്നു.
അശോകേട്ടൻ ഈയിടെയായിട്ട് എപ്പോഴും ഓനച്ചിന്റെ കൂടെയാണല്ലോ. എന്താ അവിടെ വിശേഷം? ഓനച്ചൻ വളരെ നല്ലൊരു മനുഷ്യനാ. ലോകത്തിന് എന്തെല്ലാം കാര്യങ്ങൾ അറിയാന്നറിയോ ഓനച്ചന്? ആ നല്ല മനുഷ്യനെയാണ് ഇന്നലെ ഉറക്കത്തിൽ ഓനച്ചൻ പന്നിന്ന് വിളിച്ചത്. ഓനച്ചൻ പന്നിന്നോ? ഞാനോ? ഞാൻ കേട്ടതല്ലേ. അത് വല്ല സ്വപ്നത്തിലും വിളിച്ചതായിരിക്കും. സ്വപ്നത്തിലായാലും യഥാർത്ഥത്തിലായാലും നല്ല മനുഷ്യരെ ആരെങ്കിലും ചീത്ത വിളിക്കുവോ? ദേ, മറ്റുള്ളവരുടെ സ്വപ്നത്തിൽ കയറി ഇടപെടരുത്. ആ ഏ? ഛേ, എന്താ ഇത്? ഒരബദ്ധം പറ്റിയ അശോക. എന്തബദ്ധം? ഈ ഡോർ എങ്ങനെയോ ലോക്കായി പോയി. താക്കോൽ കാണാനുമില്ല. കുട്ടിക്ക് പുറത്തോട്ടോ എനിക്ക് അകത്തോട്ടോ കയറാനും നിവൃത്തിയില്ല. താക്കോൽ എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഇന്നലെ രാത്രി ഗുഡ് നൈറ്റ് പറയുമ്പോ താക്കോൽ ആ കീ ഹോളിൽ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഓർമ്മ? വയസ്സുകാലത്ത് താക്കോൽ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ഓർമ്മ? താക്കോൽ ഇവിടെ ഇല്ല, ഡ്യൂപ്ലിക്കേറ്റും ഇല്ല. ആ കൊല്ലനോട് വരാൻ പറഞ്ഞിരിക്കുക കുത്തിപ്പൊളിക്കാൻ. കൊല്ലനും വില്ലനൊന്നും വേണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ആ ദേ, ഇതിലൊരു താക്കോൽ കിടക്കുന്നു. എവിടെ? ഇതാണോ? ഇതെവിടുന്ന് കിട്ടി? ഇവിടുന്ന് കിട്ടി. എവിടുന്ന്? ഇതിന്ന്. ഏതിന്ന്? ഇതിന്ന്. ഏ? ശ്ശെടാ. തുറന്നു. മോളെ ഈ കുറ്റിയെടുത്തേ, മോളത്തെ കുറ്റിയെടുത്തേ. ഡ്രസ്സൊക്കെ മാറിയല്ലോ. ഹലോ. ഓഫീസിൽ നിന്ന് ഫോൺ വന്നിരുന്നു. ഞാൻ അങ്ങോട്ട് പോവാ. അയ്യോ, ബെഡ് കോഫി പോലെ കുടിക്കാതെ. കോഫി ഞാൻ ജെല്ലിക്കൂടെ കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഡയറ്റിംഗ് ഡയറ്റിംഗ് ഡയറ്റിംഗ്. എന്നാ ആ കിരണെങ്ങാനും ഓഫീസിലോട്ട് വന്നാൽ? ഏയ്, അവൻ ഓഫീസിൽ വന്ന് കളിക്കൊന്നുമില്ല. ഡോണ്ട് വറി. നിക്ക് നിക്ക് നിക്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്തിന്? ഞാൻ കൊണ്ടുപോയി വിട്ടോളാം. വേണ്ട, ഫ്രണ്ടിൽ ചെന്ന് ഓട്ടോ കിട്ടും. അല്ല, ഈ അവിടെ വരെ ഞാനും വരാം. ഓക്കെ. എന്താ വരുന്നില്ലേ? അവൻ ഒളിച്ചു കളിക്കുക. വാ, ഞാൻ വരാം. നിക്ക് നിക്ക് നിക്ക്. ഇനി അഥവാ ഓട്ടോ കിട്ടിയില്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ നോക്കി എഗ്രിമെന്റ് ഉണ്ടാക്കി നല്ലൊരു വീട് ഏർപ്പാടാക്കണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വേണ്ട സാറേ. നല്ല വീട് ഒരാഴ്ച കഴിഞ്ഞ് മതി. ഇത് തൽക്കാലത്തേക്കല്ലേ. എന്നാ പിന്നെ ഹോട്ടലിൽ ഒരു മുറി എടുത്താ പോരെ? അതിന് ധൈര്യമില്ല. ഈ ഹോട്ടലിലൊക്കെ ഈ കീടനാശിനി അടിച്ച പച്ചക്കറിയല്ലേ, അത് കഴിക്കാൻ ധൈര്യമില്ല. ഭക്ഷണം തന്നെത്താൻ ഉണ്ടാക്കണം, അതാ പ്രശ്നം. കൂടെ താമസിക്കുന്ന ആരാന്നാ പറഞ്ഞത്? ഭാര്യയാണോ മകളാണോ? ഭാര്യയാണ്. അല്ല, മകളാണ്. എന്താ സാർ ഒരു ഉറപ്പില്ലാത്തതുപോലെ? അത് തന്നോട് ഞാൻ സത്യം പറയാം. ഈ അടുത്ത കാലത്ത് ഞാനൊരു 2ാം വിവാഹം കഴിച്ചു. അപ്പൊ അത് ഭാര്യയാണല്ലോ. പക്ഷെ കണ്ട മകളാണെന്നേ തോന്നും. അതുകൊണ്ടാണ് ഭാര്യയാണ് മകളാണെന്ന് പറഞ്ഞത്. ചെട്ടിക്കാവ് ഭാഗത്തൊരു പഴയ വീടുണ്ട്. മതി. അവിടെ കട്ടിലും കിടക്കൊന്നുമില്ല. വേണ്ട. കറണ്ട് ഇല്ലാത്തോണ്ട് ഫാനും ലൈറ്റും ഇല്ല. അകത്ത് കയറിയ കുറ്റിയിടാനൊരു വാതിലുണ്ടോ? അതുണ്ട്. അത് മാത്രമേ വേണ്ടൂ. എന്നാ ആ, ഇവിടെ നിർത്ത്. പെട്ടെന്നിപ്പോ എങ്ങോട്ട് മാറും? ഒരു വീട് കിട്ടിയിട്ടുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് വേറെ നല്ല വീട് നമുക്ക് കണ്ടുപിടിക്കാം. ഓനച്ചായൻ എന്താ പറ്റിയത്? ചെറിയൊരു നെഞ്ചുവേദനയേ ഉള്ളൂ. പക്ഷെ ഭാര്യയും മക്കളും ഒക്കെ വന്നു, അതാ പ്രശ്നമായത്. ശോ, എന്റെ ബാഗും ഡ്രസ്സും ഒക്കെ അവിടെയാണല്ലോ ഉള്ളത്. അത് നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാം. എങ്ങനെ? ആരാണത്? ആഹാ, അശോകനാണോ? ഞാൻ വിചാരിച്ചു വല്ല കള്ളനായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് പരിപാടികൾ? ഒന്നുമില്ല. പിന്നെന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്?
ഓനച്ചന് പശുവിനെ കുളിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ഞാനിവിടെ ഇങ്ങനെ അതൊക്കെ ഇരുന്നോളാം. രാവിലെ കഴിഞ്ഞു. ആ, ഓ. അശോകൻ എന്താ ഒരു വിഷമം പോലെ? ഏയ്. അതല്ലല്ലോ. ഛേ അശോക, ഞാൻ അവളെ തനിക്ക് തന്നെ വിട്ടു തന്നേക്കാം. കുറച്ചു ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ. ആയിക്കോട്ടെ, എനിക്ക് ധൃതിയൊന്നുമില്ല. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എനിക്ക് അശോകൻ എന്താ വേണ്ട പറഞ്ഞോളൂ. ഇച്ചിരി മോരും വെള്ളവും. മോരും വെള്ളോ? ഇപ്പൊ എടുക്കാലോ. അതെ, അന്ന് ഓനച്ചൻ ഉണ്ടാക്കി തന്നതുപോലെ ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ച് സാവധാനം എടുത്താ മതി. അശോക, അശോക, ഇതെങ്ങോട്ടാ ഈ ബായൊക്കെ ആയിട്ട്? എല്ലാം ഞാൻ പിന്നെ പറയാം. ദാ മോര്. മോര് പിന്നെ കുടിക്കാം. മോര് കുടിച്ചിട്ട് പോ അശോക. ആ, പിടിച്ചോ. വേഗം വിട്ടോ.